Hello, good morning. Welcome to Smart Sri. We will റാങ്കിങ് ടെസ്റ്റ്, അതായത് സ്ഥാന നിർണയത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. സ്ഥാനനിർണയം, അതായത് റാങ്ക് ചെയ്യുക, അല്ലെങ്കിൽ പൊസിഷന്റെ എന്താ പറയാ, എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ഒരാളുടെ സ്ഥാനം എവിടെയാണ്, പിറകിൽ നിന്നുള്ള സ്ഥാനം, മുന്നിൽ നിന്നുള്ള സ്ഥാനം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ എന്താണ്, അതെങ്ങനെയാണ് റാങ്കിനും, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു അസംബ്ലിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഒരു ക്യൂ ഫോം ചെയ്ത് നിൽക്കുമ്പോൾ അതിൽ ഫ്രണ്ടിൽ നിന്ന് ഇത്രാമത്തെ പൊസിഷൻ, ബാക്കിൽ നിന്ന് ഇത്രാമത്തെ പൊസിഷൻ, അതുപോലെ തന്നെ റാങ്കിനും നമ്മൾ ഈ സെയിം സിറ്റുവേഷൻ തന്നെ ഉപയോഗിക്കാറുണ്ട്. റാങ്ക് ഓർ പൊസിഷൻ ആണ് കേട്ടോ. രണ്ടിനും നമ്മൾ ഈ ഒരു ടോപ്പിക്കാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിലാണ് അത്തരം ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന റാങ്കിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു തുടക്കത്തെ ക്ലാസ്, സ്റ്റാർട്ടിംഗ് ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നിരുന്നു. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ്. വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ചില കൂട്ടാനും കുറയ്ക്കാനും മുമ്പിൽ നിന്നും പുറകെ ഇതൊക്കെ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. എന്താണ്? മുമ്പിൽ നിന്ന് എന്താ പറയാ ഇത്രാമത്തെ സ്ഥാനത്ത്, പിറകിൽ നിന്ന് ഇത്രാമത്തെ സ്ഥാനത്താണ് ഒരു കുട്ടി നിൽക്കുന്നതെന്ന് പറയാണ്. ഫ്രം ദ ഫേസ്, അതായത് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത്രാമത്തെ പൊസിഷനിലും, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ, ബാക്ക്വേർഡ്സിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രാമത്തെ പൊസിഷനിലുമാണ് കുട്ടികൾ നിൽക്കുന്നതെങ്കിൽ, ഒരു കുട്ടി നിൽക്കുന്നതെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത്, ആ ഒരു റോയിൽ അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്യാം അല്ലെ. ഇതേ ഇക്വേഷൻ, അത് നമ്മൾ ഇക്വേഷൻ പോലെ എഴുതി m + n - 1. അതായത് m ഇഫ് ഇറ്റ് ഈസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ റോയിലിന്റെ മുന്നിൽ നിന്നുള്ള എന്താ പറയുക തുടക്കത്തിൽ നിന്നുള്ള റോയിലെ പൊസിഷൻ m എന്നും അത് ബാക്കിൽ നിന്നുള്ള പൊസിഷൻ n എന്നും നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റോ വിൽ ബി m + n - 1 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ബാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നോ ഏതെങ്കിലും ഒരു പൊസിഷൻ തന്നിട്ടുണ്ടാകും, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ തരുമ്പോൾ ബാക്കിൽ നിന്നുള്ള പൊസിഷൻ എത്രയായിരിക്കും അതും കാണാൻ സെയിം ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഈ രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനിയും ഇതിൽ നിന്ന് എന്താ പറയാ വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോണേ. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കാണുന്നത് തന്നെയാണ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കാണാനായിട്ട് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മുന്നിൽ നിന്ന് ഇത്രാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന്, ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ആ ആള് നിൽക്കുന്നതിന് ശേഷം ഇത്ര കുട്ടികളും ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണും. അതായത് മുന്നിൽ നിന്ന് അല്ലെങ്കിൽ പിറകിൽ നിന്ന് എത്രാമത്തെങ്കിലും പൊസിഷനിൽ ഒരു കുട്ടി നിൽക്കുന്നു എന്നും, ആൻഡ് അയാളുടെ ഇപ്പൊ പുറകിൽ നിന്നാണെങ്കിൽ അയാളുടെ മുമ്പിൽ ഇനി ബാക്കി ഇത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മുന്നിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ബാക്കിൽ അയാളുടെ ഇത്ര കുട്ടികളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ആകെ എത്ര കുട്ടികളുണ്ടെന്ന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊക്കെ നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. മുന്നിൽ നിന്ന് നാലാമത് ഒരു കുട്ടി നിൽക്കുന്നു, അയാളുടെ ബാക്കിൽ ഇനിയും 4 കുട്ടികളുണ്ട്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ റോ വിൽ ബി 4 + 4. നാലാമത്തെ കുട്ടിയാണല്ലോ അയാൾ നിൽക്കുന്നത്. അതായത് മുന്നിൽ നിന്ന് ഒരാള് ഇവിടെ നിൽക്കുകയാണ്, മുന്നിൽ നിന്ന് ആള് നിൽക്കുന്നത് 4th പൊസിഷൻ, ഇവിടെയാണ് ഫ്രണ്ട് എന്ന് വിചാരിക്കുക, ഇവിടെ നിന്ന് 4th പൊസിഷനിൽ നിൽക്കുന്നു. ഇനി അയാളുടെ ബാക്കിൽ ഒരു 3 കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കാണാനായിട്ട് മുന്നിൽ നിന്നുള്ളത് ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് m, ആൻഡ് ബാക്കിൽ ഇനിയുള്ളത് 4 കുട്ടികൾ, 3 കുട്ടികളാണ്. ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് m + n ചെയ്താൽ മതി അല്ലെ. പൊസിഷൻ അല്ല കാണേണ്ട, എത്ര കുട്ടികൾ ആകെ ഉണ്ട് എന്ന് കാണാനായിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇക്വേഷൻ ഒന്നും വേണം നിർബന്ധം, എല്ലാത്തിനും നമ്മൾ ഇക്വേഷൻ തന്നെ ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതായത് അപ്പൊ എന്തെങ്കിലും പേഴ്സൺസ് മാത്രമല്ല കേട്ടോ, വ്യക്തികളെ മാത്രമല്ല, എന്തെങ്കിലും ഒബ്ജക്ട്സിനെയും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ പൊസിഷൻ ഓഫ് അപർണ ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓർ ഫ്രം ദ ടോപ്പ്, എന്ത് വേണമെങ്കിലും ഒക്കെ ആകാം. ദ പൊസിഷൻ ഓഫ് അപർണ ഫ്രം ലെഫ്റ്റ് സൈഡ്. അപർണയുടെ സ്ഥാനം ലെഫ്റ്റ് സൈഡിൽ നിന്ന് 27th and there are 4 persons behind her, persons to the right.
അത് കഴിഞ്ഞിട്ട് അവളുടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റിൽ നിന്ന് അവൾ ഈ 27th പൊസിഷനാണ്. 1 2 3 ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇതിനെ ഫേസ് ചെയ്തുമ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് 27th പൊസിഷനിലും അത് കഴിഞ്ഞിട്ട് 24 persons ടു ദ റൈറ്റ് സൈഡ് ഓഫ് ഹർ, അവളുടെ വലതുവശത്തായിട്ട് 4 പേരും ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ്, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് എന്നാണ് ഇൻ ദ റോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 27th പൊസിഷനിലാണ് അവൾ നിൽക്കുന്നത്, അപർണ നിൽക്കുന്നത്. ആൻഡ് അവൾക്ക് ശേഷം ഇനി 4 ആൾ കൂടിയുള്ളൂ. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റോ ഓർ ഗ്രൂപ്പ് ഈസ് 27 + 4 ദാറ്റ് ഈസ് 31. അല്ല, സിമ്പിൾ. അതായത് ഇങ്ങനെയും എന്താ പറയുക ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ടോപ്പിൽ നിന്നോ ബോട്ടമിൽ നിന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നോ റൈറ്റ് സൈഡിൽ നിന്നോ തന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു പൊസിഷൻ തന്നിരിക്കുന്നു. അയാളുടെ മുമ്പിൽ ഇപ്പോൾ ടോപ്പിൽ നിന്നാണെങ്കിൽ താഴേന്ന് എത്ര പേരും കൂടി ബാക്കിയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന പൊസിഷനും എത്ര പേര് ബാക്കി റിമൈനിങ്ങിൽ അതിനകത്ത് ഉണ്ട് എന്നും കൂടി ആഡ് ചെയ്യുന്നാൽ വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. അതാണ് ഒരു കാര്യം. അല്ലേ, മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചോദിക്കാം. നോക്കാം. ദ പൊസിഷൻ ഓഫ് എ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഫ്രം ബിഹൈൻഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്, താഴെ നിന്ന് ഒരാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് 18th ആൻഡ് എന്താണ് പറയാ, താഴെ നിന്ന് 18th പൊസിഷനിലാണ്. ഇനി അയാളുടെ മുമ്പിൽ ആൻഡ് there are 7 persons. There are 7 persons in front of A. എയുടെ മുമ്പിൽ ഒരു 7 പേരും കൂടി ഉണ്ടെങ്കിൽ therefore ടോട്ടൽ കാണാൻ ഇത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 18 പേര് ഓൾറെഡി 18ാമത്തെ പൊസിഷനിലാണ് അവൾ നിൽക്കുന്നത് അല്ലെ. 18ാമത്തെ ബാക്കിൽ നിന്ന് ബാക്ക്വേർഡ് ആണ് പറഞ്ഞേക്കണത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അതൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ നിന്ന് 18ാമത്തെ ആളാണ്. മാത്രമല്ല അതിൽ മുകളിൽ അയാൾക്കിടെ മുമ്പിൽ 7 പേരുണ്ട്. സോ 25 persons ആണ് ടോട്ടലായിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെറുതെ നമുക്ക് തന്നിരിക്കുന്ന ആ പൊസിഷനും മുമ്പിലോ പിറകിലോ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതും കൂടി ആഡ് ചെയ്താൽ വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ്. ഇനി അടുത്തത് നമുക്ക് ഇതിനകത്ത് എന്താ പഠിക്കണമെന്ന് നോക്കാം. ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 പേരുടെ പൊസിഷൻസ് തന്നിരിക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് ഒരാളുടെ പൊസിഷൻ ഇന്നേതാണെന്നും ബാക്കിൽ നിന്ന് ഒരാളുടെ പൊസിഷൻ വേറെ ഒരു പൊസിഷൻ തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 പേർക്ക് ഇടയിൽ എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ്. അത് 2 രീതിയിൽ നമുക്ക് അത് ചെയ്യേണ്ടി വരും. കാരണം ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസിൽ നിന്ന്, അതായത് ആകെ എത്ര ആളുകളുണ്ട് അതിൽ നിന്നും ഈ ഫ്രണ്ടിൽ നിന്നുള്ള ആളുകളുടെ പൊസിഷനും ബാക്കിൽ നിന്നുള്ള ആളുകളുടെ പൊസിഷനും തമ്മിൽ എന്താ പറയുക ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യുക. അതായത് എത്ര ആളുകളുണ്ടോ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയുണ്ടോ അതുകൂടാതെ അത് കണ്ടുപിടിക്കുക. ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇത്ര പേരുണ്ട് എന്ന് തന്നിട്ടുണ്ടാകും. ആൻഡ് മുമ്പിൽ നിന്ന് ഇത്രാമത്തെ പൊസിഷനിലാണ് ഒരു കുട്ടി നിൽക്കുക. ഇപ്പൊ ഇഫ് ഇറ്റ് ഈസ് എ എന്ന് പറയുന്ന ആൾ നിൽക്കുന്നത് മുമ്പിൽ നിന്ന് 7ാമത്തെ പൊസിഷനിലാണ്. ബാക്കിൽ നിന്ന് എന്താ പറയുക ബി എന്ന് പറയുന്ന ആൾ നിൽക്കുന്നത് 17th പൊസിഷനിലാണ്, 17ാമത്തെ പൊസിഷനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്താൽ മതി? ഇത് തന്നിരിക്കുന്ന ആ ടോട്ടൽ നമ്പറിൽ നിന്ന് ഈ 2 പൊസിഷനിലുള്ള ആളുകളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. സം ഓഫ് ദ പൊസിഷൻസിന്റെ സം കാണുക, ടോട്ടൽ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇത് 2 രീതിയിൽ അത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഈസ് ലെസ് ദാൻ, അതായത് ടോട്ടൽ നമ്പർ തന്നിരിക്കുന്നത് ഈ പൊസിഷൻസ് ആഡ് ചെയ്യുന്നതിൽ നിന്നും കുറവാണെങ്കിൽ, അതായത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ വലിയ സംഖ്യ കിട്ടുന്നു, അതേസമയം ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കിട്ടുന്നത് നമുക്ക് അതിനേക്കാൾ കുറവാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ടോട്ടൽ നമ്പർ അല്ല, നമുക്ക് സം കിട്ടിയതിൽ നിന്ന് ടോട്ടൽ നമ്പർ മൈനസ് ചെയ്യുക ആൻഡ് ഓൾസോ 2 മൈനസ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ 2 രീതിയിലാണ് നമുക്കിനി അടുത്ത ഒരു സാധ്യതയുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്തൊക്കെയാണെന്ന്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു ഡാൻസ് ക്ലാസ്സിൽ there are 24 students in a dance class. There are 24 students in a dance class. ഡാൻസ് ക്ലാസ്സിൽ ആകെ 24 കുട്ടികളുണ്ട്. അതിനു വേണ്ടിയിട്ട് ടീച്ചർ അറേഞ്ച് ചെയ്തു അനു ഈസ് ഓൺ ദ 9th ഫ്രം ലെഫ്റ്റിൽ നിന്ന് അനു എന്ന് പറയുന്ന കുട്ടി 9th പൊസിഷനിലും ആൻഡ് മനു ഈസ് 22nd from the right position. Then find the number of
children or students, number of students between Anu and Manu. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. there are 24 students in a dance class. ഒരു ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ടാവും. ഒരു ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പിൽ ആകെ 24 കുട്ടികളാണ് ഒരു ഡാൻസ് ക്ലാസ്സിനകത്ത് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ടീച്ചർ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റിന് വേണ്ടി എന്തെങ്കിലും പൊസിഷൻസ് ഒക്കെ കൊടുക്കണമല്ലോ. അത് ഡാൻസ് ആകുമ്പോൾ അതിനകത്ത് എന്താ പറയുക, ഓരോ പർട്ടിക്കുലർ പൊസിഷൻ ഉണ്ടാകുമ്പോൾ ഓരോ കുട്ടികളെ അത് ഫുൾ കവർ ഡാൻസ് കഴിയുന്നത് വരെ അവർ നിൽക്കേണ്ട ഒരു രീതി പൊസിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അനു എന്ന് പറയുന്ന കുട്ടിയെ 9th ഫ്രം ദ ലെഫ്റ്റിൽ നിന്ന് 9ാമത്തെ ഒരു പൊസിഷനിലാണ് അനുവിനെ നിർത്തിയിരിക്കുന്നത്. ആൻഡ് മനു ഈസ് 22nd ഫ്രം ദ റൈറ്റ്. അവിടെ റൈറ്റിൽ നിന്ന് 22ാമത്തെ പൊസിഷനിലാണ് മനുവിനെ നിർത്തിയിരിക്കുന്നത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിറ്റ്വീൻ അനു ആൻഡ് മനു. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9ാമത്തെ പൊസിഷനിലും അവിടെ നിന്ന് മനു ഇങ്ങോട്ട് 22ാമത്തെ പൊസിഷനിലാണ്. ദാറ്റ് മീൻസ് ദർ ആർ സം സ്റ്റുഡൻസ് ബിറ്റ്വീൻ അനു ആൻഡ് മനു. അപ്പൊ അനുവിനും മനുവിന്റെ ഇടയ്ക്ക് എന്തുണ്ട്, കുറച്ച് കുട്ടികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ അത് എത്ര പേരുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് സം ഓഫ് പൊസിഷൻസ് ഓഫ് ദി ഗിവൺ സ്റ്റുഡൻസ്, ആ തന്നിരിക്കുന്ന കുട്ടികളുടെ പൊസിഷൻസിന്റെ സം മൈനസ് ചെയ്യണം. ഇതാണ് ഞാൻ ഇക്വേഷൻ പറഞ്ഞത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്ന്, ദാറ്റ് ഈസ് നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്, 24 മൈനസ് സം ഓഫ് ദ പൊസിഷൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 9 + 22. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, 22ഉം 9ഉം കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്, 39 ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ആകെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് എത്രയാണ്, അതിനേക്കാൾ വലുതാണ് നമ്മളുടെ ഈ പൊസിഷൻസിന്റെ സം കിട്ടിയത്. സ്ഥാനങ്ങളുടെ തുക കൂട്ടിക്കഴിഞ്ഞപ്പോൾ ആകെയുള്ള കുട്ടികളിൽ നിന്നും എന്താണ്, കൂടുതൽ എണ്ണമാണ് നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് എ നെഗറ്റീവ് നമ്പർ അല്ലേ. നമ്മൾ 24 നിന്ന് 31 കുറയ്ക്കുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ ആണ് വരാൻ സാധ്യതയുള്ളത്. എണ്ണം നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവ് നമ്പറിൽ സൂചിപ്പിക്കാറില്ലല്ലോ അല്ലെ. ഒരു നമ്പർ എടുക്കുന്ന സമയത്ത് വിൽ നോട്ട് ഷോ എനി നെഗറ്റീവ് നമ്പർ ഓർ ഡെസിമൽ നമ്പർ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഫ്രാക്ഷൻ ഒന്നും നമ്മൾ എന്തിനുപയോഗിക്കാറില്ല, എണ്ണാൻ വേണ്ടി. നാച്ചുറൽ നമ്പേഴ്സ് ഓൺലി വിൽ ടേക്കൺ അല്ലെ. നമ്മൾ നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യകൾ മാത്രമേ എണ്ണാനായിട്ട് ഉപയോഗിക്കുള്ളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇത് ടോട്ടൽ നമ്പർ ആകെയുള്ള കുട്ടികൾ 24, പക്ഷെ നമ്മൾ പൊസിഷൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 31 ആണ്. 9 + 22. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമല്ല നമ്മൾ എടുക്കേണ്ടത്. പകരം എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, അതിന്റെ ടോട്ടലിൽ നിന്ന്, അതായത് ഈ സമ്മിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 24ഉം മൈനസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു 2ഉം കൂടി മൈനസ് ചെയ്യുക. അപ്പൊ നേരെ തിരിച്ച് ചെയ്യണം. അതായത് ഇതാണ് വലുത്. അപ്പൊ വലുതിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ വലുതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 24 മാത്രം കുറച്ചാൽ പറയാം. 31 - 24 ചെയ്താൽ നേരിട്ട് ആൻസർ അല്ല, അതിൽ നിന്ന് ഒരു 2 കുറയ്ക്കണം. 2 കുറയ്ക്കാനുള്ള കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് അനുവിന്റെയും അവിടെ നിന്ന് ഇങ്ങോട്ട് മനുവിന്റെയും 2 ആളുകളെ കൂടി നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതിന്റെ ബിറ്റ്വീനിലുള്ള ആളുകളുടെ എണ്ണം അല്ലേ. അതേസമയം എന്താ പറയാ, ഇതിൽ നിന്ന് നേരിട്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സം, ആ തന്നിരിക്കുന്ന സമ്മിനേക്കാൾ കൂടുതലാണ് നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് എങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ആ സംഖ്യ അവിടെ കുറയുന്നുണ്ട്. 24 നിന്ന് 31 എന്ന് പറയുമ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, 24ാമത്തെ പൊസിഷനും അതിൽ നിന്നും ഒന്ന് കുറയുന്നുണ്ട്, അതുപോലെ 31 നിന്നും കുറയുന്നുണ്ട്. അത് ഇവിടെ അങ്ങനെ കുറയാത്തത് കൊണ്ടാണ്, വലിയ സംഖ്യയാണ് എന്ത് രണ്ടാമത് കിടക്കുന്ന സംഖ്യ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ തിരിച്ച് ചെയ്യണം. 31 നിന്ന് 24 കുറയ്ക്കണം, പക്ഷെ കൂടാതെ ഒരു 2 കൂടി നമ്മൾ മൈനസ് ചെയ്യണം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 31 - 26. 31 നിന്ന് 26 കുറച്ചാൽ 5 കുട്ടികളാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലിരിക്കുന്നത്. ആര് രണ്ടുപേരുടെയും, അനുവിന്റെയും മനുവിന്റെയും. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതാണ്, ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻസ് കുറയ്ക്കുക. ഒരു വസ്തു ഒരാളുടെ സ്ഥാനം ഇത്രാമത്തെയാണ്, മറ്റേയാളുടെ സ്ഥാനം ഇത്രാമത്തെയാണ് എന്ന് പറഞ്ഞ് കുറയ്ക്കുക. പക്ഷേ കുറയ്ക്കുമ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ ആ ഒരു റിലേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെ, 24 എന്ന് പറയുന്ന ആകെയുള്ള കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ വലുതാണ് നമുക്ക് കിട്ടിയ സം. ആ പൊസിഷനിലെ സം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, വലിയ സംഖ്യ ആയതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ചിടാം. 31 നിന്ന് 24 കുറയ്ക്കുക. 24 മാത്രം കുറച്ചപ്പോൾ ഒരു 2, അതൊരു കോമൺ നമ്പറാണ് കേട്ടോ, അതൊരു കോമൺ 2 ആണ്. ആ 2 കുറയ്ക്കണം. ക്ലിയർ ആയോ? അപ്പൊ ഇത്തരം ചോദ്യങ്ങളും നമുക്ക് എന്താ പറയാ, ഇതുപോലെയുള്ള റാങ്കിങ് ടെസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരാറുണ്ട്. അപ്പൊ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വേറെ ഒരെണ്ണം കൂടി ചെയ്തു നോക്കിയാലോ. ഇന്ന് നമ്മൾ പഠിച്ച ഈ ഒരു പുതിയ കാര്യം, അതായത് ഇത്രാമത്തെ പൊസിഷനിൽ ഒരു കുട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ വേറൊരു കുട്ടി ഇത്രാമത്തെ പൊസിഷൻ ബാക്കിൽ നിന്ന് നിൽക്കുന്നു ഒക്കെ പറയുമ്പോൾ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കാം. there are 65 students in
എ റാങ്ക് ലിസ്റ്റ്. നമുക്ക് ചോദ്യം ഒന്ന് മാറ്റി കൊടുക്കാം. റാങ്ക് ലിസ്റ്റ്. ആൻഡ് എ ഈസ് ഓൺ ദ 10th പൊസിഷൻ ഫ്രം ടോപ്പ് and B is on the 22nd position from bottom. Rank list ആണ്. How many candidates or students? Candidates are between A and ബി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കണം. നോക്കാം, ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസ് 65 പേര് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് ആണ്, എക്സാമിന്റെ ഏതെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ 65 കുട്ടികളുടെ പേരുകൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ആള് ടോപ്പിൽ നിന്ന്, അതായത് മുകളിലത്തെ 1, 2, 3 എന്ന് പറയുന്ന ആ റാങ്കിന്റെ, അതാണ് ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോപ്പിലത്തെ റാങ്കിൽ നിന്ന് 10th പൊസിഷനിലാണ് എയുടെ സ്ഥാനം. ബിയുടെ സ്ഥാനം താഴെ നിന്ന് ബോട്ടം ലെവൽ, അതായത് താഴെ 65 കുട്ടികളല്ലേ, 65, 64, 63 അങ്ങനെ നോക്കുമ്പോൾ ആള് ബി എന്ന് പറയുന്നത് 22nd പൊസിഷനിലുമാണെങ്കിൽ ഹൗ മെനി കാൻഡിഡേറ്റ്സ് ആർ ദർ ബിറ്റ്വീൻ എ ആൻഡ് ബി? എയുടെയും ബിയുടെയും ഇടയിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് തന്നിട്ടുണ്ട് 65 ആണ്. അതിൽ നിന്ന് സം ഓഫ് ദ പൊസിഷൻസിന്റെ സം 10ഉം അതുപോലെ തന്നെ 22ഉം 65ൽ നിന്ന് 10 + 22 എത്രയാണ്? 32. ഇത് നേരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നെയാണ് വലുത് കമ്പയറിംഗ് ദ സം ഓഫ് ദ പൊസിഷൻസ്. ആ സ്ഥാനങ്ങളുടെ സം കാണുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ടോട്ടൽ നമ്പർ തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് മൈനസ് ചെയ്യാലോ. ഇതൊക്കെ നോക്കിയാൽ മതി. ഇതാണ് വലുത്, ഇത് ചെറുത് തന്നെയാണ്. അപ്പൊ നേരത്തെ അങ്ങനെയായിരുന്നില്ല. 24 ഇവിടെ നമുക്ക് കിട്ടിയത് 31 ആണ്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ 24 ചെറുതും ഇവിടെ വലിയ സംഖ്യമായിരുന്നു കിട്ടിയത്. അതുകൊണ്ടാണ് നേരെ തിരിച്ചിട്ടിട്ട് അതിൽ നിന്ന് ഒരു 2 കൂടി എക്സ്ട്രാ നമ്മൾ മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇവിടെ അങ്ങനെ മൈനസ് ചെയ്യണ്ടല്ലോ. 62ൽ നിന്ന് 65ൽ നിന്ന് 32 മൈനസ് ചെയ്താൽ 33 കുട്ടികൾ കാൻഡിഡേറ്റ്സ് അവർക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് ക്ലിയർ ആകും. മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച 2 കുഞ്ഞു ടോപ്പിക്കുകളാണ്. ഒന്ന് നമുക്ക് തന്നിരുന്നത് എന്താ പറയുക, ഒരാളുടെ പർട്ടിക്കുലർ പൊസിഷൻ ഫ്രം ടോപ്പിൽ നിന്നാണോ അല്ലെങ്കിൽ ബിഹൈൻഡിൽ നിന്നാണോ ഒരു പൊസിഷൻ തന്നിരിക്കുന്നു. ഇനി ടോപ്പിൽ നിന്നാണെങ്കിൽ അയാൾ നിൽക്കുന്നതിന് ശേഷം നമുക്ക് ഒരു 2-3 എത്ര കുട്ടികളുണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ ആ തന്നിരിക്കുന്ന പൊസിഷനും അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസോ അല്ലെങ്കിൽ കുട്ടികളോ ആരാണോ എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് എത്രയാണോ അതും തന്നിരിക്കുന്നത് ആഡ് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത് പഠിച്ച കാര്യം ഇതാണ്. ടോപ്പിൽ നിന്നും ഒരാളുടെ സ്ഥാനം ഇന്നതാണെന്നും ബാക്കിൽ നിന്ന് മറ്റൊരാളുടെ സ്ഥാനം ഇന്നതാണെന്നും തന്നിരിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ 2 രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം, അതായത് ആ സമ്മ് എന്ന് പറയുന്നത് പൊസിഷൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ടോട്ടലിനേക്കാൾ ചെറുതാണെങ്കിൽ നേരിട്ട് അത് തമ്മിൽ കുറച്ച് എഴുതിയാൽ മതി. എന്നാൽ നമുക്ക് സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊസിഷന്റെ സം ചെയ്യുമ്പോൾ വലുതാണ് കമ്പയർ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടോട്ടലിൽ നിന്ന് കുറയ്ക്കരുത്, പക്ഷേ സമ്മിൽ നിന്ന് ആ ടോട്ടലും കുറയ്ക്കുക, അതിൽ നിന്ന് ഒരു 2 കൂടി മൈനസ് ചെയ്യാം. അപ്പോൾ ഇത്രയും 2 ചെറിയ കാര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ് നിങ്ങൾക്ക് ഇന്നത്തേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. റാങ്കിങ് ടെസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് എന്താ പറയുക, ലോജിക്കൽ ടെസ്റ്റാണ്, മെൻ്റൽ എബിലിറ്റി ഒക്കെ പോലെയാണ്. അത് നമുക്ക് ഇതുപോലെ വലിയ ഇക്വേഷൻസ് ഒന്നുമില്ല, ചെറിയ കാര്യം ഇങ്ങനെ മനസ്സിലാക്കി നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് ഞാൻ ആദ്യം തന്നെ ആ ഒരു കാര്യം പറഞ്ഞു തന്നെ, ഇപ്പോൾ 4ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അയാൾക്ക് പിന്നിൽ ഇത്ര പേരുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ഒരു ചെറിയ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തന്നത്. എല്ലാത്തിനും ഇക്വേഷൻ തന്നെ ആശ്രയിക്കണം നിർബന്ധമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വേഷൻ എഴുതി ചെയ്തതുമാണ്. ഓക്കെ, അപ്പം എന്താ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒപ്പം ഉള്ളത് ചെയ്തു തീർക്കുക. അടുത്ത ദിവസം കാണാം. ബൈ.